എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായമാണ്. മത്തായി 5-ാം അധ്യായത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിനാൽ ലഭിക്കുന്ന ദിവ്യ സ്വഭാവ സവിശേഷതകളും അങ്ങനെയുള്ളവർക്ക് വാഗ്ദത്തം ചെയ്യുന്ന സുവിശേഷ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ ദൈവരാജ്യത്തിലെ ധർമ്മങ്ങൾ വിശദീകരിക്കുന്നത് ആണ് അവിടെ വായിക്കുന്നത്. മത്തായി 5-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിൽ കയറി ഇരുന്നു കൊണ്ട് ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു എന്ന് നാം കാണുന്നു. ഇവിടെ യേശു ഒരു യഹൂദ റബിയുടെ ഭാവം സ്വീകരിക്കുകയും അധികാരത്തോടെ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ഇത് സീനായി പർവ്വതത്തിൽ മോശെ ദൈവകൽപ്പനകളായ പഴയ ഉടമ്പടി അഥവാ പഴയ നിയമം സ്വീകരിച്ച പശ്ചാത്തലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ മശിഹ എന്ന നിലയിൽ യേശുക്രിസ്തു ഇവിടെ പുതിയ ഉടമ്പടിയുടെ ഭാഗമായ പുതിയ നിയമസഭയ്ക്ക് ഉപദേശങ്ങൾ നൽകുന്നു. 3-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നാണ്. ഇവിടെ പറയുന്ന ആത്മാവിലെ ദാരിദ്ര്യം എന്നത് ആത്മരക്ഷയ്ക്കായി ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയത്വത്തെയും വിധേയത്വത്തെയും പാപക്ഷമയ്ക്കും രക്ഷയ്ക്കായും പാപമോചനത്തിനായും ദൈവകൃപയിൽ മാത്രം അഭയം ചൊല്ലുന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ദൈവിക കൃപയും ദൈവകരുണയും അവർക്ക് ആവശ്യമാണെന്നും ദൈവം മുൻപാകെ നിൽക്കേണ്ടതിന് സ്വയമായി തന്നിൽ തന്നെ ഒരു കഴിവുമില്ല എന്നും അംഗീകരിക്കുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അഥവാ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യത്തിലുള്ള അവകാശം എന്ന ഭാഗ്യം എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇത് പഴയ നിയമകാലത്തിലെ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ആശയം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യെശയ്യാവ് 57-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയവും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു എന്ന് നാം വായിക്കുന്നു. 4-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നാണ്. ഇവിടെ ദുഃഖിക്കുക എന്നതിനെ സ്വന്തം പാപത്തെക്കുറിച്ചും ലോകത്തിൻ്റെ തകർച്ചയെക്കുറിച്ചും ഓർത്തുള്ള ദുഃഖത്തെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിലൂടെ പാപക്ഷമയായാലും യഥാസ്ഥാനത്താലും ആത്മസൗഖ്യത്താലും, ഓർക്കണം, പാപക്ഷമയാലും യഥാസ്ഥാനത്താലും ആത്മസൗഖ്യത്താലും ഒക്കെ ദൈവത്താലുള്ള ആശ്വാസം നൽകപ്പെടും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തമുള്ള ഈ 2-ാം ഭാഗത്തെ പഴയ നിയമത്തിൽ മശിഹയെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ ഭാഗമായി യെശയ്യാവ് 61-ാം അധ്യായം 2-3 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതായി കാണാം. എന്താണ്? ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. 5-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്നാണ്. ഇവിടെ സൗമ്യത എന്നത് ആത്മനിയന്ത്രണവും വിനയവും ദൈവത്തോടുള്ള വിധേയത്വവുമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ 3-ാം സുവിശേഷ ഭാഗ്യം ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി അവന്റെ സ്വഭാവമായ സൗമ്യതയും താഴ്മയും ഉള്ളവരായി മാറുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കുന്നവർക്കുള്ള വാഗ്ദത്തമായ പുതിയ ആകാശവും പുതിയ ഭൂമിയും അവകാശമാക്കും എന്നത് വ്യക്തമാക്കുകയാണ്. ഇത് നിത്യമായ ദൈവരാജ്യത്തിലെ ആത്യന്തിക വാഗ്ദത്ത നിവൃത്തിയെ പ്രതിഫലിപ്പിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് അത് പറയുന്നത്. 6-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ദൈവത്തിന്റെ നീതിയിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടിയുള്ള തീവ്രമായ വാഞ്ച. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കണക്കിടുവാൻ ലഭിക്കുന്ന ദൈവനീതിക്കായുള്ള ആകാംക്ഷ ഒക്കെയാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നീതീകരണത്തിലും വിശുദ്ധീകരണത്തിലും പ്രതിഫലിപ്പിക്കുന്നു. ഈ ആഗ്രഹങ്ങളൊക്കെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുയേശുവിൽ മാത്രം സർവാശ്രയം വയ്ക്കുന്നവർ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർക്ക് ആ ആഗ്രഹങ്ങൾ നിവൃത്തിയാക്കുന്ന കർത്താവിൽ നിത്യസംതൃപ്തി ലഭിക്കും എന്നത് 4-ാം സുവിശേഷ ഭാഗ്യമായി
കർത്താവ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് കർത്താവ് ഇവിടെ 5-ാമത്തെ സുവിശേഷ ഭാഗ്യം എന്ന നിലയിൽ വാഗ്ദാനം ചെയ്യുന്നു. വിശ്വസിച്ച് കർത്താവിനോട് ചേർന്ന ഒരുവൻ ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും സകല മനുഷ്യരോടും അനുകമ്പയും ക്ഷമയും കാണിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കുവാൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്ന് യാക്കോബ് അപ്പസ്തോലൻ തന്റെ ലേഖനത്തിൽ പറയുന്നു. മാത്രവുമല്ല, ഇവിടെ കർത്താവ് പറഞ്ഞതിന് സമാനമായി പഴയ നിയമത്തിലെ സദൃശവാക്യ പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് കർത്താവ് അരുളി ചെയ്യുമ്പോൾ ഹൃദയശുദ്ധി എന്നത് സത്യസന്ധവും നിർവ്യാജവുമായ ആന്തരിക വിശുദ്ധി, ദൈവത്തോടുള്ള നിഷ്കളങ്ക ഭക്തി എന്നിവയാണ് ഉദ്ദേശിക്കുന്നത്. 6-ാമത്തെ ഈ സുവിശേഷ ഭാഗ്യം മുൻപ് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരുവന്റെ പരിവർത്തിതമായ അന്തരംഗം എങ്ങനെ ആയിരിക്കും എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരിൽ ദൈവം വസിക്കുകയും നിത്യതയിൽ അവര് കർത്താവിനെ കണ്ട് മഹത്വത്തിൽ അവനോടുകൂടെ നിത്യവാസം എന്ന ഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും. നോക്കുക, സങ്കീർത്തനം 24-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ എന്നിങ്ങനെ വായിക്കുന്നു. 9-ാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. 7-ാമതായി വാഗ്ദത്തം നൽകിയ ഈ സുവിശേഷ ഭാഗ്യം ദൈവത്തോട് ക്രിസ്തു മുഖാന്തരം നിരക്കുന്ന നിരപ്പിന്റെ അഥവാ സമാധാനം സ്ഥാപിക്കുന്ന സുവിശേഷ ശുശ്രൂഷയെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ദൈവമക്കളായവർ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും സുവിശേഷം മൂലം നിത്യമായ അനുരഞ്ജനം ഉണ്ടാക്കുന്നവർ എന്ന നിലയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരും ആണ്. ഇങ്ങനെ മറ്റുള്ള മനുഷ്യരോട് സുവിശേഷത്താൽ നിത്യമായ ദൈവസമാധാനം സ്ഥാപിക്കുന്നവർ നിശ്ചയമായും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് വാക്കു പറയുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് യേശുക്രിസ്തു മൂലം ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് നിരന്ന അവർ അങ്ങനെ തന്നെ ദൈവമക്കളും ആയിത്തീരുന്നു എന്ന കാര്യം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാവ് 52-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത്, നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം. ഇത് സുവിശേഷത്താൽ ഉള്ള സമാധാന സ്ഥാപനത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രവചനമാണ്. 10 മുതലുള്ള വാക്യങ്ങളിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, മനുഷ്യർ ഉപദ്രവിക്കുന്ന എല്ലാ ഉപദ്രവവും ഭാഗ്യമായി കരുതുക എന്ന് കർത്താവ് 8-ാമത്തെ സുവിശേഷ ഭാഗ്യമായി പറയുന്നു. നീതിക്കായി ഉപദ്രവിക്കപ്പെടുന്നത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെ അടയാളമാണ്. നീതിപൂർവം ജീവിക്കുവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നത് ദൈവരാജ്യത്തോടുള്ള ആത്മാർത്ഥത പുലർത്തുന്നതിനുള്ള തെളിവാണ്. ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുമ്പോൾ വിശുദ്ധ പ്രവാചകന്മാരോട് കൂടെ കൂട്ടപ്പെടുന്ന ഒരു വലിയ ഭാഗ്യം കർത്താവ് പ്രസ്താവിക്കുന്നത് നമുക്കിവിടെ കാണാം. പഴയ നിയമകാലത്തുള്ള പ്രവാചകന്മാർക്കും പുതിയ നിയമ സമയത്തുള്ള അപ്പസ്തോലന്മാർക്കും കഷ്ടതകളും ഉപദ്രവങ്ങളും ഉണ്ട് എന്ന് സങ്കീർത്തനം 44:22 ഉദ്ധരിച്ച് റോമാലേഖനം 8:36 നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇത് കർത്താവ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ ഉപദ്രവവും നിത്യതയിൽ സ്വർഗരാജ്യവും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന്റെ പകരമായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്ന ആത്മീയ സത്യം മനസ്സിലാക്കി യേശുവിന് ജീവിതം കൊടുത്താൽ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് പാപപരിഹാരം വരുത്തി എന്ന് മനസ്സിലാക്കി കർത്താവിനെ സമീപിക്കുമ്പോൾ ഈ ദൈവരാജ്യ പദ്ധതിയിലേക്ക് ഓരോരുത്തരെയും ചേർക്കും.